ഹായ് ഹലോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിൽ ക്രിസ്മസ് എക്സാമിന് വരുന്ന പാഠഭാഗങ്ങളാണ്. ആദ്യം നമുക്ക് മലയാളം നോക്കാം. ഇതിലെ യൂണിറ്റ് 1 കനകച്ചിലങ്കയിൽ വരുന്ന കാക്കിരി പൂക്കിരി, വാമൊഴി ചന്തം, പഴഞ്ചൊല്ല് പെരുമ, ആനയും അണ്ണാരക്കണ്ണനും, ഒളിച്ചുകളി, മാനത്തെ കാഴ്ചകൾ, താളവും മേളവും, നിരങ്ങളുടെ നൃത്തം, പടയുടെ കെടുതി. ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം അത് ഓൾറെഡി നമുക്ക് എക്സാമിന് കഴിഞ്ഞ പാഠഭാഗങ്ങളാണ്. എന്നാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ പലഹാരപ്പൊതി എന്ന് പറയുന്ന യൂണിറ്റ് വരുന്ന പാഠങ്ങൾ ഞാനല്ല, മുന്തിരിങ്ങ, തോൽക്കില്ല ഞാൻ, പലഹാര കൊതിയന്മാർ, മഴത്തുള്ളി പിണക്കം, മൈനക്കൊരു കത്ത്, മണിച്ചെപ്പ്, ഈ ഒരു യൂണിറ്റിലെ പഠന പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അടുത്ത യൂണിറ്റ് 3 വരുന്നത് മനുഷ്യൻ്റെ കൈകളാണ്. അതിൽ വരുന്ന പാഠഭാഗം കുഞ്ഞരുറുമ്പും കുട്ടികളും, തൊഴിലും ഭാഷയും, തടിപിടി, കുതിര കെട്ടിക്കളി. ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി യൂണിറ്റ് 4 അപ്പൂപ്പൻ താടിയിൽ വരുന്ന കുറച്ച് പാഠഭാഗങ്ങളും കൂടി എക്സാമിന് വരും. പയ്യെ പയ്യെ, വേഴാമ്പൽ, വേനൽ, മഴയോട് മഴ, ഭൂമിക്ക് ചന്തമേകുന്നവർ, കാഴ്ചകൾ കാണാൻ പോകുന്നവരെ. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്ന മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലുള്ള പോർഷൻസ്. അപ്പോൾ മലയാളമാണ്, നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാനൊക്കെ പഠിക്കണം. പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളെ ചാനലിൽ ഈ പാഠഭാഗങ്ങളിലെ വീഡിയോസൊക്കെ ഉണ്ട്, കാണാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് മലയാളം പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്ത സബ്ജക്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് അറബിക്കാണ്. അറബിക്കിൻ്റെ പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്രിസ്മസിന് എക്സാമിന് വരുന്ന പോർഷൻസ് പേജ് നമ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷിൽ വരുന്നത് യൂണിറ്റ് 1 ടെൻഡർ ടച്ച്, യൂണിറ്റ് 1 ടെൻഡർ ടച്ച്, അതുപോലെ ഫെസ്റ്റീവ് ഫണ്ണ്, പിന്നെ ഇൻ ഹാർമണി, ബ്ലൂംസ് ആൻഡ് ബ്രീസ്. ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ ഓണം എക്സാമിന് വന്ന പാഠഭാഗങ്ങളും ഉണ്ട് അല്ലേ. ടെൻഡർ ടച്ച്, ഫെസ്റ്റീവ് ഫണ്ണൊക്കെ നമുക്ക് ഓണം എക്സാമിന് വന്നതാണ്. അപ്പോൾ ആ പാഠഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ഗ്രാമർ സെക്ഷനും പ്രവർത്തനങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്ത് വെച്ച് പോകണം കേട്ടോ. അപ്പോൾ ബ്ലൂംസ് ആൻഡ് ബ്രീസ് വരെയുള്ള പാഠഭാഗങ്ങളാണ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക. ഇനി മാത്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗണിതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രൂപങ്ങൾ വരക്കാം, സംഖ്യകൾ കൂട്ടുകാർ, 1000 1000, കൂട്ടുകൂടാം, അളന്നു കുറിക്കാം, കൂട്ടി കൂട്ടി കൂട്ടി, കൂട്ടണോ കുറക്കണോ, ടിക് ടിക് ടിക്. ഇത്രയും പാഠഭാഗമാണ് ക്രിസ്മസ് എക്സാമിന് വരുന്നത്. ഇതിൽ ഓണം എക്സാമിന് വന്ന പാഠഭാഗങ്ങളും വായിച്ച് മനസ്സിലാക്കി വെച്ചും പോവുക. മാത്സ് ആണ്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ലെറ്റ്സ് ഡ്രോ, നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്, ലെറ്റ്സ് ജോയിൻ ടുഗദർ, ലെറ്റ്സ് മെഷർ, ആഡിങ് ആൻഡ് ആഡിങ് അഗെയിൻ, ആഡ് ഓർ സബ്സ്ട്രാക്ട്, ടിക് ടിക് ടിക്. അപ്പോൾ ഇത്രയും പാഠഭാഗമാണ് മാത്സ് ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയത്തിലെയും മലയാളം മീഡിയത്തിലെയും വിഷയത്തിലെ മാത്സിലെ പാഠഭാഗങ്ങൾ. അടുത്ത സബ്ജക്റ്റ് നോക്കാം. പരിസര പഠനം. ഇതിൽ വരുന്നത് ഹരിതഭൂമി, ജന്തുലോകത്തേക്ക്, ജലവും മണ്ണും, വൃത്തി നൽകും ശക്തി, ആഹാരവും ആരോഗ്യവും, സുരക്ഷിത ജീവിതം. ഇതുവരെയാണ് ക്രിസ്മസ് എക്സാമിന് വരുന്ന പോർഷൻസ്. ഇതിൽ ഓണം എക്സാമിന് കഴിഞ്ഞ പാഠഭാഗങ്ങളും മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും. അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഗ്രീൻ എർത്ത്, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, വാട്ടർ ആൻഡ് സോയിൽ, ദ പവർ ഓഫ് ക്ലീൻനെസ്, ഫുഡ് ആൻഡ് ഹെൽത്ത്, ലിവിങ് സേഫ്ലി. ഇത്രയും പാഠഭാഗങ്ങളാണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആൻസറും കണ്ടൻറ്റൊക്കെ നല്ല മനസ്സിലാക്കി വെച്ച് പോവുക. അപ്പോൾ ഇത്രയാണ് എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുന്ന പോർഷൻസ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.